ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്നിപ്പോൾ ഉള്ളത് US-ലാണ്. USA തന്നെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിലുള്ള ആക്ച്വലി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഞ്ചലസ് ക്രസ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ ഡബ്ല്യൂക്കോട്ടിക്ക് വന്ന റോഡില്ല, അതിൻ്റെ താഴ്വാരത്തിലാണ് ഇവിടെ വന്നിരിക്കുന്ന. എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ റോയൽ എൻഫീൽഡിൻ്റെ റൈഡിനാണ്. ഏതാ ബൈക്ക് എന്നല്ല, ഷോർട്ട് ഗൺ. നിങ്ങൾ റീസെൻ്റ്ലി ഏതായാലും മെറ്റാവേഴ്സിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഒരു ലിമിറ്റഡ് ആയിട്ട് വന്നിരുന്ന ഫാക്ടറി കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള സൂപ്പർ മീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. ഇതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് അല്ലെങ്കിൽ മീഡിയ റൈഡ് ആക്ച്വലി ഇവിടെ US-ൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസാണ് ഞാൻ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് രാവിലെ മുതൽ റൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറും റൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാക്ട്ലി വണ്ടിനെ കുറിച്ച് എല്ലാം പറയാൻ പറ്റും. സോ അതാണ് നമ്മൾ കാണിക്കുന്നത്. ഒരുപാട് ടോക്ക് ക്യാമറ മുമ്പിൽ ഉണ്ടാവില്ല, കാരണം ക്യാമറ ഈസ് ലൈക്ക് എന്താ പറയുക, എല്ലാവരും ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വോയിസ് അറിയിക്കും. എനിവേ ബൈക്ക് ആദ്യം നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. വന്നാണ്. പക്ഷേ എനിക്ക് ജാക്കറ്റിന് ഊരാൻ തോന്നില്ല, നല്ല തണുപ്പുണ്ട്. കാറ്റടിക്കുന്നതാണ് വലിയ പ്രശ്നം. കാറ്റടിക്കുമ്പോൾ ശരിക്കും കയ്യിലിങ്ങനെ മരവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോക്കറ്റിൽ കൈ വയ്ക്കുകയാണ്. ഇത് സൂപ്പർ മീറ്റിയോറിന് ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സൂപ്പർ മീറ്റിയോറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള സെയിം ഫ്രെയിമിലെല്ലാം വന്ന വണ്ടിയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഫാക്ടറി കസ്റ്റം എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനൊരു കാരണമുണ്ട്. സൂപ്പർ മീറ്റിയോർ പല ആൾക്കാരും മോഡിഫൈ ചെയ്തതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും സംസാരിച്ചപ്പം റോയൽ എൻഫീൽഡിന് തോന്നി ദാറ്റ് ബി എ ഗുഡ് ചോയ്സ്. കാരണം ആ ഒരു ഷേപ്പും ആ ഒരു ഇതും മാത്രമല്ല, ഇത്രയും നല്ലൊരു എഞ്ചിനും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഷോർട്ട് ഗൺ കൊണ്ടുവന്നതായിട്ട് അവർ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ചെറിയ റൂമർ ഉണ്ടായിരുന്നു 25 എണ്ണം മാത്രമേ ഷോർട്ട് ഗൺ ഇറക്കണം. അതങ്ങനെയല്ല. അത് ആക്ച്വലി മോട്ടോവേഴ്സ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ റൈഡർ മേനിയയിൽ ഇവരൊരു സ്പെഷ്യൽ മോഡൽ കാണിച്ചിരുന്നു, സ്പെഷ്യൽ പെയിൻറ്റിംഗ് ആയിട്ടുള്ള. അത് 25 എണ്ണം മാത്രം ഉണ്ടാക്കുന്നു. ഈ ഒരു കളർ കോമ്പിനേഷനും വേറെ കളേഴ്സിലുണ്ട്. ആ കളർ കോമ്പിനേഷനുള്ളത് നമുക്ക് കിട്ടും. എന്തായാലും ഈ ഒരു കളർ കോമ്പിനേഷൻ വൈറ്റിൽ 01 എന്ന് കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ഉണ്ടോ? എൻ്റെ ക്യാമറയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഡിസൈനെ കുറിച്ച് പറയുമ്പം സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ശരിക്കും കസ്റ്റം ബൈക്ക് പോലെ തന്നെ വന്നിരിക്കുന്നത്. ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കഫേ റേസറും അല്ല, റോഡ്സ്റ്ററും അല്ല, അതുമല്ല ക്രൂസറും അല്ല, എല്ലാവർക്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാണോ വെച്ചാൽ അങ്ങനെ ഒരു സാധനമാണ്. കുറച്ച് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക് എഞ്ചിനും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം സെയിം ആണെങ്കിലും ഈ ഒരു ഷാസിയും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘടനയും മാറ്റിയിട്ടുണ്ട്. കുറച്ച് ലോ ആക്കിയിട്ടുണ്ട്. ഹാൻഡിൽ മാറ്റി കുറച്ച് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം ഫോഴ്സ്ഡ് വീല് വന്നിട്ടുണ്ട്, 17 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും വൈസറും എല്ലാം ഒഴിവാക്കി ലൈറ്റും ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ റൗണ്ട് മീറ്റർ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിംഗ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. 2 എക്സോസ്റ്റ് കാണുന്നത്, അത് 2 ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ, അതായത് ഹാർലിയും ഇന്ത്യൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവർ ടാർഗറ്റായിട്ട് എനിക്ക് മനസ്സിലായത്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് മാത്രമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി ഇവർ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെയിൻ റൈഡ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് ബാച്ചിൽ ഇന്ത്യയും ബാക്കിയുള്ള 2 കൺട്രീസ് ഉണ്ട്, ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ജപ്പാനല്ലോ. ഇനി നാളെ മറ്റന്നാൾ റൈഡിൽ ബാക്കിയുള്ള കൺട്രീസും വരും. അപ്പോൾ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഡിസൈനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞ മുമ്പ്, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണെങ്കിലും ഇന്ന് ഇന്ത്യൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഈ ഇന്ത്യയിൽ നിന്ന് നിന്നിട്ട് ഇതൊരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയതാണ് എനിക്ക് ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഓരോ ബൈക്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. നമ്മളിപ്പോൾ സൂപ്പർ മീറ്റിയർ ആണെങ്കിലും ലാസ്റ്റ് ഹിമാലയൻ കണ്ടെങ്കിലും എല്ലാം തന്നെ എന്തായിരുന്നു മുമ്പ് അല്ലെങ്കിൽ പുതിയതായിട്ട് വരികയാണെങ്കിൽ ആ സെഗ്മെൻറ്റിൽ ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എഞ്ചിനീയറിംഗ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു കാരണം ഒരുപാട് ഫോറിൻ എഞ്ചിനീയേഴ്സും കാര്യങ്ങളെല്ലാം അവരുടെ ടീമുണ്ട്. എന്നാലും 01 ഞാൻ ചോദിച്ചില്ല, സിൻസ് 1901 അതാണ് 01ൻ്റെ മെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസൈൻ നോക്കാം. സൂപ്പർ മീറ്റിയർ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ഗൺ 650 വന്നെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റാൻസാണ് ഈ ബൈക്കിനുള്ളത്. കൂടുതൽ റോസ്റ്റർ കൈൻഡ് ഓഫ് എ ബൈക്ക് ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഷേപ്പും ഫീലെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് ഒരിക്കലും ശാശ്വതമല്ലാന്ന്. കാരണം ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്ന ബൈക്കാണ്. ഫാക്ടറി കസ്റ്റമിലാണ് ഇത് വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. എന്തായാലും നമുക്ക് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്തവരുണ്ട്. കുറച്ച് മുമ്പ് തന്നെ ഇവർ കിറ്റ് അയച്ചു കൊടുത്ത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വണ്ടികൾ ഡിസ്പ്ലേ ചെയ്യേണ്ടായി. അതിൽ 8 വണ്ടികളായിരുന്നു ഡിസ്പ്ലേ ഉണ്ട്. 2 എണ്ണം ഇന്ത്യയിൽ നിന്നുള്ള ഡിസൈനേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡിസൈൻ നമുക്ക് നോക്കാം. സോ
സോ നമ്മൾ റൈഡെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ എല്ലയിലെത്തി. ഒരു ലോങ് റൈഡ് തന്നെയായിരുന്നു. രാവിലെ 7 മണിക്ക് നമ്മൾ പോയതാണ്. ഏകദേശം ഇപ്പം 4:30 മണിക്ക് അവിടെ തിരിച്ചെത്തിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 2 ബ്രേക്ക് ഉണ്ടായിരുന്നു. ഒന്നൊരു കോഫി ബ്രേക്കും അതേപോലെ തന്നെ ഒരു ലഞ്ച് ബ്രേക്കും. എല്ലാ സമയത്തുള്ള റൈഡ് ചെയ്യാണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ റൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൈഡിങ് കുറഞ്ഞിട്ടില്ല. നമുക്ക് ഫ്രീ വേ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൈവേ ഉണ്ടായിരുന്നു, മൗണ്ടൻ റോഡ് ഉണ്ടായി. പിന്നെ നമ്മൾ മുമ്പത്തെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ്, എനിക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള റോഡാണ് പറയുന്നത് ആഞ്ചലസ് ക്രസ്റ്റ്. നമ്മൾ ഡബ്ല്യൂകോട്ടിൻ്റെ ഡ്രൈവിന് വന്നപ്പോൾ ഡ്രൈവ് ചെയ്തിരുന്നത് അവിടെ നമ്മൾ റൈഡും ചെയ്ത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ ടൈപ്പും ഒരു ടെറാനും എക്സ്പീരിയൻസ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു കോമ്പാക്ട്നെസ് ആണ്. സൂപ്പർ മെറ്റിയോർ കുറച്ച് വലിയ വണ്ടിയായിരുന്നു ഫീൽ ചെയ്യാറുണ്ട്. ആ വലുപ്പം ഇതിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് എലമെൻറ്റ്. കുറച്ചൊന്ന് ഒതുങ്ങിയ ഫീലുണ്ട്. അതിനൊരു കാരണം ഞാൻ പറഞ്ഞ പോലെ ഹാൻഡിലായിരിക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് കുറഞ്ഞതും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതിൻ്റെ പുറമെ ഇതിൻ്റെ സസ്പെൻഷനിലും അതുപോലെ തന്നെ ചാസിസിലും കൊടുത്തിരുന്ന ക്യാരക്ടർ അതും കുറച്ചുകൂടി ഇങ്ങനെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേൺസും കാര്യങ്ങളെല്ലാം ശരിക്കും നല്ലോണം എടുക്കാൻ പറ്റുന്നുണ്ട്. സ്പീഡ് ടേൺസ് ഒരുപാട് ആഞ്ചലസ് ക്രസ്റ്റിലുണ്ട്. ആ ടേണിലെല്ലാം തന്നെ നമ്മളൊരു ശരിക്കും ഒരു 80, 90, 100 വരെ നമ്മൾ ടേൺ ചെയ്ത് പോയിട്ടുണ്ട്. ഞാനൊരു ഹാർഡ് കോർ റൈഡർ അല്ല. അങ്ങനത്തെ ഹാർഡ് കോർ റൈഡർ ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി മുന്നേ സ്പീഡിലിനേക്കാളും പോയിട്ടുണ്ടെങ്കിലും അവർ കൂടെ തന്നെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രമായിരുന്നു 1-2 അങ്ങനെ വലിയ റൈഡേഴ്സ് അല്ലാത്ത ജേർണലിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ കാറിൽ ചെയ്യുന്ന ആളുകൾ അത്രയും ഹാർഡ് കോർ റൈഡേഴ്സ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കെല്ലാം തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക സ്പോട്ടിനെസ്സും ഡൈനാമിക്സും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളത് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള റൈഡേഴ്സിനോട് എത്താൻ പറ്റുന്നുണ്ട്. ഇത് കാണിക്കുന്നത് സാധാരണ ഒരു റൈഡേഴ്സ് നമ്മുടെ നാട്ടിൽ നമ്മൾ മിക്കവാറും വണ്ടി വാങ്ങുന്ന എല്ലാവരും തന്നെ ഒരു സൂപ്പർ റൈഡേഴ്സ് ആണോന്നില്ല. അവർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് സൂപ്പർ ബൈക്ക് നീലെല്ലാം ചെയ്ത് ഓടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലാതെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് സൂപ്പർ മെറ്റിയോർ അടിപൊളി വണ്ടിയാണ്. ഞാൻ ശരിക്കും ലോങ് ടേമർ ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പക്ഷേ അത് ക്രൂസർ ക്യാരക്ടറാണ്. അതെല്ലാം കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഒരു മൗണ്ടൻ റോഡിലേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ, ലോങ് റൈഡും അതെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ലോങ് റൈഡിന് എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ മെറ്റിയോർ അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഒരു ക്രൂസർ ഒരു ഷേപ്പ് അടിപൊളി തന്നെ, അതിൻ്റെ ഒരു ലേ ബാക്ക് ആയിട്ടുള്ള ഇരിക്കുന്നൊരു ഫീല്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ കുറച്ച് സ്പോട്ടിയാണ്. കുറച്ചുകൂടി നമുക്ക് ടേൺസും അതുപോലെ തന്നെ ഈ മൗണ്ടൻ റോഡ്സിലെടുക്കും കുറച്ചുകൂടി ഒരു ക്യാരക്ടർ ഫീൽ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ പ്രൂവൺ എഞ്ചിനാണ്. ഓരോ മോഡൽ വരുമ്പോഴും റോയൽ എൻഫീൽഡിലെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പം വളരെ വ്യക്തമാണ്. കാരണം ഹിമാലയൻ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ മെറ്റിയോർ അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടറും കാര്യമെല്ലാം തന്നെ ആ എഞ്ചിനിൽ വന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു നല്ലൊരു ഫസ്റ്റ് റൈഡ് എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്ത് ഇവിടെ വരെ വന്നത് ശരിക്കും പറഞ്ഞ ഒരു ചാൻസ് ആയിരുന്നു. കാരണം ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ ആദ്യം ഇല്ല എന്ന് പറഞ്ഞാണ്, തുറന്നു പറഞ്ഞാൽ. കാരണം നമുക്ക് ഒരുപാട് ഇന്ത്യയിലെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം US ഒന്ന് വേറെ വരണം വെച്ചിട്ടുണ്ട്. US വന്നു തന്നെ ഒരു റൈഡിനാണെങ്കിലും 2 ദിവസം എക്സ്ട്രാ വരും. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഇല്ല എന്ന് വെച്ചാണ്. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തിരുന്ന വേറെ പല മീഡിയാസ് ഉണ്ട്. അതിൽ 10 മീഡിയ അവർക്ക് ഒപ്പിക്കാൻ പറ്റില്ല, പലർക്കും വിസ ഇല്ലാത്തതാണ്. അങ്ങനെ ലാസ്റ്റ് 1 വീക്കിൽ ഞാൻ തീരുമാനിച്ചാണ് വരാമെന്ന്. അങ്ങനെ വന്നതാണ്. പക്ഷേ വന്നത് അതിൽ വേർത്തായി. ഒന്നാമത് അമേരിക്കൻ റോഡ്സിൽ റൈഡ് ചെയ്തു, ഇതുവരെ റൈഡ് ചെയ്തിട്ടില്ല. രണ്ടാമത് ഈ പറഞ്ഞ സൂപ്പർ മെറ്റിയോറിൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും നമുക്ക് നാട്ടിൽ ഇത് റൈഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി നാട്ടിലെ കോൺടാക്സിൽ എന്തായാലും ഓടിക്കാൻ പറ്റും. എന്തായാലും ഇവർ ഇറക്കിയിരിക്കുന്ന ഈ ഒരു വണ്ടി അടിപൊളി തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനോട് എന്താണ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരണം. അതുപോലെ തന്നെ സൂപ്പർ മെറ്റിയോറുണ്ട്, ഷോർട്ട് ഗണ്ണുണ്ട്. ഈ 650 അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ ഉണ്ടെന്ന് വയ്ക്കുക. 650 കാറ്റഗറിയിൽ നമുക്ക് ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്? ഷോർട്ട് ഗൺ ആണോ, സൂപ്പർ മെറ്റിയോർ ആണോ, ഇൻ്റർസെപ്റ്റർ ആണോ, കോണ്ടിനെൻ്റൽ GT ആണോ? അതുപോലെ തന്നെ 650 ഉള്ള കാറ്റഗറി ആണോ, അത് 350 അല്ലെങ്കിൽ പറഞ്ഞ ഹിമാലയൻ്റെ ഒരു 400 നിങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ള കമൻറ്റിൽ പറയാം. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഇന്ത്യയെന്നോ പുറത്തുനിന്നോ എല്ലാം കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.